ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും പതിവ് പോലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഇവിടെ അതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറേ ലേറ്റായിട്ടാണ് സൺഡേ ഉണ്ടാവുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പണ്ട് തൊട്ടേ അതെ ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ പള്ളിയിൽ പോക്കും പിന്നെ വേദേശവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ ചിലപ്പോൾ വെറുതെ ഒരു കാപ്പി കുടിച്ചിട്ടാവും ഓടുക. അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് വേറെ എവിടെയും പോയില്ല കേട്ടോ. കാരണം ചാക്കോച്ചിന് ഇപ്പോൾ കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു വിഷമം കൊണ്ട് ഞങ്ങൾ ഇന്ന് ഔട്ടിങ്ങിനും കാര്യങ്ങൾ സാധാരണ ഒരു സൺഡേ ആയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണിന് ശേഷം അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങാറ് പതിവ്. ഇന്ന് കാലത്ത് തന്നെ ഉച്ചയ്ക്ക് ശേഷം പറ്റിയെങ്കിൽ ശോഭയിലേക്കൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും എവിടേക്കും പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം പണികൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഡിവൈനാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയത്. ഊത്തപ്പായിരുന്നു, നല്ല സൂപ്പർ ഊത്തപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഡിമ്പിളിന് വേണ്ടിയിട്ട് ഊത്തപ്പം ഉണ്ടാക്കിയില്ല. കാരണം ഡിമ്പിളിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പച്ചക്കറികളിൽ ഒരു പച്ചക്കറിയൊക്കെ കൂട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ന് പറഞ്ഞാൽ അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ നോക്കാൻ സുഖം എന്ന് ഞാൻ പറയില്ല. കാരണം ഒന്നും കഴിക്കാത്തൊരു കൂട്ടത്തിലാകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട്. എവിടെയെങ്കിലും പോകുമ്പോഴായാലും അവളങ്ങനെ അധികം കഴിക്കില്ല. പിന്നെ ശല്യമില്ല, ഇന്നത് വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിച്ചോളൂ. അപ്പോൾ ഡിമ്പിളിന് വേണ്ടിയിട്ട് മുട്ട ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ദോശയിൽ മുട്ടയിട്ട് അതിൽ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് മുട്ട ദോശയാണ് ഡിമ്പിൾ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ കുട്ടികളുടെ കൂടെ എന്താ പറയുക ഹാപ്പി ആയിട്ട് മുറ്റത്തുള്ള കളികളായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമും ചാക്കോച്ചിനും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഡിവൈൻ്റെ ഒക്കത്ത് കയറിയിരുന്ന കൊഞ്ചല പണി. അപ്പോൾ ഇതേ നമ്മുടെ തോമു വരണോക്ക് കോമഡി കഥാപാത്രമായിട്ട് മുടി ഒരെണ്ണം അങ്ങനെ പൊങ്ങി നിന്നിട്ട് അപ്പോൾ അവൻ വരുമ്പോൾ വരനോട് കൂടിയിട്ട് പാച്ചു ഇതേ തോമുൻ്റെ ഡിവൈൻ്റെ മേത്തുനിന്ന് ഇറങ്ങി അവൻ ഓടിയിട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. രണ്ടാളും കൂടി ഇതേ മുറ്റത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ എപ്പോഴും ഒരാൾ നിൽക്കും, അല്ലെങ്കിൽ കാറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുത്തുക ചെയ്യാം. കാരണം നമ്മൾ കുട്ടികളല്ലേ, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പ്രായമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വല്ലതും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒരാൾ കൂടെ നിൽക്കും. അപ്പോൾ മിക്കവാറും ഡാഡിയാവും അവരുടെ ഇടയിൽ നിൽക്കുക. പക്ഷേ ഇപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒക്കെ ഡാഡീനെ നോക്കലാണ് കേട്ടോ മെയിൻ പണി. അപ്പോൾ ചില സമയത്ത് ഞാൻ അവരുടെ ഇടയിൽ നിൽക്കും. എന്തായാലും ഒരാൾ നിൽക്കണം, പ്രത്യേകിച്ച് സൺഡേ ആണ്. അല്ലാത്ത ദിവസം രണ്ടാളും രണ്ടിടത്തേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നമല്ല. ഉച്ച തിരിഞ്ഞ് ഉറങ്ങി എണീറ്റിട്ടുള്ള കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പാപ്പൻ തോമോനൊരു സൺഡേ അല്ലേ ഇപ്പോൾ ഒരു സമയം കിട്ടണുള്ളൂ പകൽ. അപ്പോൾ ടോയ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. സൈക്കിളും പിന്നെ റൈഡോണും അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ അവരായിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ മുറ്റത്തുള്ള കളിയായിരുന്നു കേട്ടോ. വെയിലുദിക്കുവോളം മുറ്റത്തായിരുന്നു കളി. അപ്പോൾ സൈക്കിള് തോമുവിൻ്റെ ബർത്ത്ഡേയുടെ സൈക്കിൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പാച്ചുവിൻ്റെ സൈക്കിൾ പിന്നെ മുനമ്പത്താണുള്ളത്. അപ്പോൾ തോമുവിൻ്റെ പിന്നിൽ പാച്ചു ഇരുന്നിട്ട് ഓടിക്കുക, അത് കഴിഞ്ഞ് പാച്ചു തന്നെ ഓടിക്കുക, തോമു തന്നെ ഓടിക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ചാക്കോച്ചൻ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ ഡിമ്പിളും കുട്ടികളും ഡാഡിയും ഡോണും കൂടിയിട്ടാണ് മുറ്റത്തുള്ള കളിയായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കളി എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു എന്താ പറയുക, പാച്ചുവിനെ സംബന്ധിച്ച് പാച്ചുവിന് ഇരുന്ന് കളിക്കാനുള്ളതാണ് ഇഷ്ടം. അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വോയിസ് അടക്കം ഒന്ന് കേൾപ്പിച്ചോളൂ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാറുള്ള പോലെ എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനോ മ്യൂട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ വോളിയം വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറേ കുട്ടികൾ എന്താ പറയുക പ്രായമായില്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് പള്ളിയിൽ പോക്കും നൊയമ്പും നമസ്കാരമൊക്കെ ആയിട്ട് ഇരുന്നൂടെ, നൊയമ്പ് മാത്രം എടുത്താൽ പോരാ, എന്നും പള്ളിയിലേക്ക് പൊക്കൂടെ, അങ്ങനെ കുറേ പേര്. അപ്പം ഞാൻ അവരോടൊന്നും പറയാറില്ല. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നവരോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറുപടി പറയാറില്ല. ചില കുട്ടികൾ വല്ലാത്തൊരു രീതിയിലൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ പിന്നെ അതൊക്കെ വിട്ട് കളയും. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ നമ്മൾക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്, പറയുന്ന ആൾക്കും മനസ്സിലാവില്ല. അതേസമയം വാട്സപ്പിൽ കൂടെയാണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് കമൻറ്റ് വഴി മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങളാകുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചില സമയത്ത് തമാശ കൂടെയൊക്കെ മറുപടി കൊടുക്കും.
ചില സമയത്ത് അത് കണ്ടില്ല എന്ന് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടി അപ്പോൾ അത് പറഞ്ഞു വന്നത് ഇതാണ്, കുട്ടികളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡിംപിളിനോടും ഡിവൈനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ മാക്സിമം കുട്ടികളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാണ്ട് ഇട്ടോളൂന്ന്. കാരണം ഇപ്പോൾ കേൾക്കാൻ നല്ല രസമാട്ടോ രണ്ടാളുടെയും. തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പ്ലേ സ്കൂളിൽ പോയി വന്നതിന് ശേഷം ശരിക്കും വർത്താനം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നല്ല ഫ്ലുവൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ ഇംഗ്ലീഷിൻ്റെ സ്ലാങ് പോയി, അത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അന്നൊക്കെ ഭയങ്കര രസമായിട്ട് അവൻ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നേ. അത് മാറി കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങി. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോണ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പനെയും അപ്പാപ്പനെയും വെട്ടിക്കുന്ന പോലെയാണ് അവൻ്റെ ഓട്ടം കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ കുറേ പേര് പറഞ്ഞു തോമു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പൊക്കം വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തെ കളിയും ഓട്ടമൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പ്ലേ സ്കൂളിൽ പോയിട്ട് ഇരിക്കാണ്ടുള്ള കളിയായിരുന്നുണ്ടാവും, അതാണ് അവന് ക്ഷീണം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ക്ഷീണിച്ചു എന്ന് കാഴ്ചയിലേ തോന്നണുള്ളൂ കേട്ടോ. അവനൊരു ക്ഷീണവും ഇല്ല, വെയിറ്റൊക്കെ അതുപോലെ തന്നെയുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടു, കാറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് അവൻ വണ്ടിയൊക്കെ കയറ്റി നിർത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ മൂപ്പരുടെ കയ്യിലുള്ളത്. പാച്ചുവിന് പിന്നെ കാറിനോട് ഇങ്ങനെ അത്ര വലിയ ക്രേസൊന്നുമില്ല, എന്നാലും അവൻ പോണ കാണുമ്പോൾ ഒന്ന് പോവുക അത്രയേ ഉള്ളൂ. ആ പാച്ചുവിനെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുക, അത് മറിച്ചിടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കുമ്പോൾ മൂപ്പരെങ്ങനെയാണെന്ന് വെച്ചാൽ ബോക്സുകളൊക്കെ ഇങ്ങനെ അടക്കി എടുത്ത് പുറത്തേക്ക് വയ്ക്കും, പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ തിരിച്ചകത്തേക്ക് വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ പാച്ചുവിൻ്റെ പണി. എന്നാലും തോമു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പോകണം എന്നുള്ള ഒരു ജ്വരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡിവൈൻ നമ്മുടെ ലെമൺ ജ്യൂസ് എടുത്തു, മറ്റേ ചിയ സീഡ്സ് ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഡോണിൻ്റെ മുടിയിൽ മറ്റേ എന്ത് ഓയിലാണ്, മറ്റേ നല്ല പുകഞ്ഞ് വരണ ഒരു ഓയിലുണ്ടല്ലോ, വയസ്സായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചില സമയത്ത് എനിക്ക് പേരുകളൊന്നും പറയാൻ കിട്ടില്ല, നവരത്ന ഓയിൽ, അത് ഇട്ട് പുകയ്ക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്കും അത് കണ്ണിലേക്ക് ആ ഒരു ഇത് വരും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മുടെ തോമുട്ടന് ഒരു പീസ് കേക്ക് കൊടുത്തതാണ്, അത് മൊത്തം അങ്ങോട്ട് പീച്ച് മേത്തൊക്കെ വെച്ച് തേച്ചിട്ട് അവനൊരു എന്താ പറയുക ഒരു സന്തോഷം, അത് തമാശയ്ക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഡോണിന് തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ എണ്ണ ഇടുമ്പോൾ അതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടെ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡിവൈനാണ് എനിക്ക് തലയിൽ എണ്ണ ഇട്ടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമാകുമ്പോൾ അത് ഈ ഞായറാഴ്ച ദിവസമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഡിംപിളിൻ്റെ വകയായിരുന്നു പനീർ ബിരിയാണി. അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല കസ്റ്റേർഡ് പോലെയുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗുലാബ് ജാമുനല്ല, അതുപോലത്തെ വേറെ എന്തോ അതിൻ്റെ പേര് എനിക്കറിയാം. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ അടുക്കളയിൽ നാത്തൂനും ഡോണും കൂടിയിട്ട് കുട്ടികളും കൂടി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക്, അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസമാണ് അധിക ഭാഗം പ്ലേറ്റ് ചെയ്ത് സാധനങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് കടകളിലേക്കും കാര്യങ്ങൾക്കൊക്കെ ഡാഡി മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ വീണ്ടും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ വരുമ്പോൾ ബൾക്കായിട്ട് വരുമ്പോൾ നമുക്കത് തിരഞ്ഞ് ബോക്സുകളിലേക്ക് ആക്കാനും എടുക്കാനൊക്കെ കുറേ സമയമെടുക്കും. കാരണം തിരഞ്ഞെടുക്കണം, പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ വരുമ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല, ഒരു മുട്ടിൻ്റെയൊക്കെ വ്യത്യാസം വരെ ഡിസൈനിൽ. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ നമുക്കതിൻ്റെ വ്യത്യാസം തന്നെ കാണുള്ളൂ. നമ്മൾ കുറേ കാണുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഒരെണ്ണം കിട്ടണമെങ്കിൽ ആ ആളത് സൂക്ഷ്മമായിട്ട് നോക്കും. അപ്പോൾ ചില കല്ല് പോയതൊന്നും നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. കിട്ടുന്നവർ പറയുമ്പോഴാവും ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. എന്നാലും മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇത് മൊത്തം നമ്മുടെ ക്രിസ്റ്റലിൻ്റെ മാലകളാണ്. ഇത് തന്നെ പാദസരമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പല കളറിലുണ്ട്, പിന്നെ മൾട്ടി കളർ വേറെ വരുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു തരം മാലയാണ്. ബ്ലാക്ക് ബീഡ്സാണ്, അത്യാവശ്യം വലിപ്പമുള്ള ബീഡാണ്. ഇത് തന്നെ 2 ലെയറിൻ്റെ ഉണ്ട്, ചെറിയ ലെയറും വലിയ ലെയറായിട്ട് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കും, മറ്റേ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനുള്ള ഫോട്ടോസ് എടുക്കും. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ വീഡിയോസും കൂടെ എടുക്കുന്നതാണ്. കാരണം ഇവർക്ക് ചില ഫോട്ടോസിൽ ഞാനാണ് മിക്കവാറും ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഡോൺ എനിക്ക് പറഞ്ഞു തരും, മറ്റേ പോർട്രേറ്റിലിട്ടിട്ട് എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ചിലത് അവൻ എനിക്ക് പറഞ്ഞു തരുമെങ്കിലും എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് പറ്റില്ല. കാരണം ഡാഡിയുടെ കയ്യിൽ മിക്കവാറും ചാക്കോച്ചനോ പാച്ചോ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാനാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആൾ. അപ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്ക് അങ്ങനെ പറ്റില്ല. പിന്നെ മുമ്പ് ഡിവൈനും ഡിംപിളൊക്കെ എടുത്തിരുന്നു, അവർക്കും ഈ പറഞ്ഞോണം
കുട്ടികളും തിരക്കൊക്കെയുള്ള കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ വീട്ടിൽ ഒരു പണിയുമില്ല. ഡാഡി നമ്മുടെ ഡിവൈനും ഡിമ്പിളും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഡാഡി കുട്ടികളുടെ ഇടയിൽ നിൽക്കും, ഡോണും ഉണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് ഇതിലേക്ക് ഏർപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് നല്ലൊരു തരം ക്രിസ്റ്റലിൻ്റെ മാലയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ മതി, ആൻറ്റി എടുക്കണ കാരണം ക്ലാരിറ്റി ഇത്തിരി കുറവാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇത് ബട്ടർഫ്ലൈ, ഇതും ക്രിസ്റ്റലാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് മൊത്തം ക്രിസ്റ്റലിൻ്റെ സെറ്റാണ് കേട്ടോ. കാരണം അതാണ് ഇന്ന് ഫുള്ള് കൊണ്ടുവന്നതും ഒതുക്കി വെക്കണതും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം ക്രിസ്റ്റലിൻ്റെ സെറ്റുകളായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രീം കളക്ഷൻസിൽ കണ്ടമാനം വീഡിയോസ് മുമ്പൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഇടണം എന്നൊക്കെ വിചാരിക്കെങ്കിലും നടക്കണില്ല. കാരണം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളും ബഹളങ്ങളൊന്നുമില്ല. നമ്മളിരുന്ന് പറഞ്ഞ് ഓരോ മാലകൾ കാണിച്ച് നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഒരു രക്ഷയില്ല. നമ്മളിത് എടുക്കുമ്പോഴേ ആ കുട്ടികളും ആരെങ്കിലും ഒരാളുടെ കരച്ചിലോ ബഹളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ എടുക്കൽ വളരെ കുറവെന്നല്ല, എടുക്കാറില്ല. പക്ഷെ അത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ച നേരമായപ്പോഴേക്കും ഭക്ഷണം വന്നു. അപ്പോൾ നമ്മുടെ പനീർ ബിരിയാണിയും സാലഡും അച്ചാറുണ്ടായിരുന്നു, മറ്റേ കോഴിക്കോട് ആ സംഭവം ഉണ്ടായിരുന്നു, പപ്പടം, അത്രയ്ക്കായിരുന്നു ഇന്നത്തെ വിഭവം കേട്ടോ. അത് കഴിഞ്ഞ് മധുരത്തിന് ഇന്ന് ഇതാണ്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഡിമ്പിളിന് അറിയാം. ചിലപ്പോൾ ഡിമ്പിൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുമായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോവാണ്ടല്ല, വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോയമ്പായ കാരണം ഇറച്ചിയൊന്നും ഇല്ല, അപ്പോൾ നാളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുക. ഇന്നൊരു ദിവസത്തേക്കുള്ളത് ഡാഡി കോഴിയുടെ കാലും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നൊക്കെയുള്ള ഇറച്ചി അവർക്കുണ്ട്. ഇനി നാളെ പോയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പം മാർക്കറ്റിൽ പോകാത്തൊരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പണിയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിനൊക്കെ ഇരിക്കാൻ പറ്റിയത് കേട്ടോ. ഇത് നമ്മുടെ ഇവളായി കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ണ് പെടാണ്ടിരിക്കാൻ വേണ്ടി കുട്ടികളുടെ ആയാലും വലിയവർക്കായാലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ 2 കൊളുത്തായിട്ടാണ് ഒരു കണ്ണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് ഒറ്റയ്ക്കായാലും ചരട് കെട്ടിയിട്ടോ എന്തെങ്കിലും കോർത്തിട്ടോ പാദസരമായിട്ടോ കൈ ചെയിനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ, മാലയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ എപ്പോഴും എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സെറ്റീമി ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ ഉച്ച തിരിഞ്ഞു ശരിക്കും ഇവരൊക്കെ അതേ ഉറങ്ങി എണീറ്റ് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞങ്ങൾ എവിടെയും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ തിരക്കൊന്നുമില്ല, സമാധാനത്തിൽ എല്ലാവരും എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പതുക്കെ എണീറ്റ് ഉച്ച തിരിഞ്ഞേക്ക് സ്നാക്സ് ഓർഡർ ചെയ്തു. അപ്പോൾ മറ്റേ ദഹിപൂരി, പിന്നെ പാനിപൂരി, അങ്ങനെയുള്ള ചാട്ടൊക്കെ ആയിരുന്നു ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സെറ്റ് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്ക് ധാരാളമായി. 3 വെറൈറ്റി വാങ്ങിച്ചു. അപ്പോൾ പാച്ചുദയും മുറ്റത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടായ കാരണം ഞാൻ പറഞ്ഞു മതി. അപ്പോൾ ഞാനും അവനും കൂടി ഒന്ന് നടക്കാൻ പോയി. അപ്പോൾ നടക്കാൻ പോയി വന്നോട് കൂടിയിട്ട് മൂപ്പർക്ക് പറ്റില്ല, അകത്ത് കയറാൻ പറ്റില്ല, പുറത്തേക്ക് തന്നെ പോകണം. അപ്പോൾ ഡിന്നർ കഴിക്കുകയാണ് എല്ലാവരും. ചപ്പാത്തിയും മുട്ട തിളപ്പിച്ചതായിരുന്നു. ഡിമ്പിളുടെ സ്പെഷ്യലാണ് ഈ മുട്ട തിളപ്പിച്ചതെന്നുള്ള ഒരു സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോന്നുന്നു നേരത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് പട്ടികളുടെ കാര്യമൊക്കെ നോക്കി, നിങ്ങൾക്കറിയാലോ ഞാൻ പറയാണ്ട് തന്നെ അതെല്ലാം കഴിച്ച്. അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി പറഞ്ഞു ബോറടിച്ചു തുടങ്ങി ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാതും കാണിക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കാണിക്കാൻ ഇതൊക്കെയുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് കാണിക്കാനായിട്ട് വേറെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നടക്കണില്ല. ഞാൻ ഈ പാറ്റേൺ ഒന്ന് മാറ്റാൻ വിചാരിച്ചിട്ട് നോക്കട്ടെ, പറ്റുമെന്ന് വെച്ചാൽ കുട്ടികളുടെ ഈ കലബല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും പറ്റണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ഓൾറെഡി ബീട്രൂട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്, നാളേക്കുള്ള മാങ്ങാക്കറിയും ഡിമ്പിൾ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്ക് ഡിമ്പിളുടെ കൂടെ പോകണം, 1-2 സ്ഥലങ്ങളിലേക്ക് പോകാണ്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ രാവിലേക്ക് എന്തെങ്കിലും പൂരി എങ്ങാനും ഉണ്ടാക്കാം. കാരണം ചപ്പാത്തി ഇന്ന് രാത്രി ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ചപ്പാത്തി എടുത്ത് പൂരി ഉണ്ടാക്കാം, അതിനുള്ള കറി രാവിലെ തന്നെ വല്ല പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വരുമ്പോൾ പിന്നെ ചോറും കറിയും വയ്ക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാനെല്ലാം കഴിഞ്ഞ് കിടക്കാനുള്ള പുറപ്പാട്. അപ്പോഴാണ് ഇവിടെ പാച്ചുവിൻ്റെ ബഹളം. പാച്ചും അപ്പാപ്പനും ഹോച്ചും കൂടിയിട്ടുള്ള വർത്താനവും കളിയും ചിരിയൊക്കെയാണ്. ഞാൻ പറയാറില്ലേ, നമ്മൾ
എങ്ങനെ വന്നാലും പെൺകുട്ടികൾ വീട്ടിൽ വരുമ്പോൾ പാതിരയാവും കിടന്നുറങ്ങുമ്പോൾ ഒന്ന് അവരുടെ വർത്തമാനം കേട്ട് അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ പണ്ടത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അവരോടാണ് നമ്മൾ കൂടുതൽ പഴയ വിശേഷങ്ങൾ പറയുക. കാരണം അവർക്കാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അറിയുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ ഇവന് കെസ്റ്ററിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കെസ്റ്റർ ബേബീനെയും കൂടി എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ട് അവനൊരു കെസ് ബേബി. പക്ഷേ ഇത് ഞാൻ കൊടുക്കാറില്ല അവന് കേട്ടോ. കാരണം എനിക്കെന്തോ അതെടുത്ത് കളിക്കണം കാണുമ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടമല്ല. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് നേരമല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ഞായറാഴ്ച ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നാളെ ഞാൻ മിക്കവാറും പുറത്തൊക്കെ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ വിട്ട് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.